മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ കോലാഹലമൊക്കെ നടക്കുന്നുണ്ടല്ലോ സർ. ഇപ്പോൾ ഈ ഒരു പദ്ധതി പേര് മാറ്റേണ്ട എന്ത് ആവശ്യമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്? സർക്കാർ ഇത് MNREGP എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആക്ട് പ്രകാരമുള്ള അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫണ്ട് അലോക്കേഷൻ നടക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് 100 ദിവസം എന്നുള്ള കണക്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി അതാത് മേഖലകളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് വലിയ തുക കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം ഒരു കാലഘട്ടത്തിൽ ഉന്നയിക്കുകയും കേന്ദ്രത്തിൽ നിന്ന് വലിയ ഫണ്ട് കേരളത്തിന് അതിൽ നിന്ന് കിട്ടാനുണ്ട്, അതുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പണം കൊടുക്കാൻ കഴിയാത്തത് എന്നൊക്കെ പറയും ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് അതാത് വകുപ്പ് മന്ത്രിമാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി ലോകസഭയിലും അതിന് പുറത്തും ഒക്കെ പറയുകയും അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം കേരളത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പാക്കുന്ന സമയത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി അതിൻ്റെ ഫണ്ട് അലോക്കേഷൻ നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ചേർന്നാണ്. അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് അലോക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മുൻ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ കൊടുക്കുകയും അത് പൂർത്തിയാക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ട് അലോക്കേഷൻ ഉണ്ടാവൂ. ഇതിൽ കാലതാമസം ഉണ്ടാവുക, ഇത് കൊടുക്കാതിരിക്കുക എന്നൊക്കെ വരുമ്പോഴാണ് ആ ഫണ്ട് അലോക്കേഷൻ കൃത്യമാകാതെ വരുന്നത്. അപ്പോഴാണ് ഇതിൽ തടസ്സമുണ്ടാകുന്നത്. അതിനെ കേന്ദ്രത്തിനെ പഴിക്കുക എന്നുള്ളത് സ്ഥിരമായി നടക്കുന്നൊരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടിക്രമം മാത്രമാണ്. ഇതിൻ്റെ പേര് മാറ്റുന്നത് ഇതങ്ങനെ പേര് മാറ്റുന്നതല്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പേര് മാറ്റി എന്നുള്ളതല്ല. ഇത് വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു സങ്കല്പം കഴിഞ്ഞ കുറേ നാളുകളായി, 4, 5, 6 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നിരന്തരമായി ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് മുൻപിലേക്ക് വെക്കുകയും എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ വികസിത ഭാരത് എന്ന് പറയുന്ന 2047 ആകുമ്പോഴത്തേക്കും രാജ്യത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മുന്നോട്ടുള്ള പ്രയാണം നടക്കുന്നത്. അതിൻ്റെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് വികസിത് ഭാരത് എന്നുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇത് മുഴുവൻ മാറുന്നു. ഇതിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് രാജ്യമൊട്ടാകെയുള്ളൊരു സമ്പ്രദായമാണല്ലോ. അതിന് ഓൾറെഡി ഒരു പേരുണ്ട്, നമ്മൾ അതിൽ ചെയ്തു പോരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ പുറമേ നിന്ന് കാണുന്നവർക്ക് മുഴുവനും തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പൂർണ്ണമായിട്ട് ഈ ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ ഒരു അലർജി ഫീൽ ചെയ്യുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന്? അങ്ങനെയല്ലല്ലോ. ഇത് വികസിത് ഭാരത് എന്നുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പേര് ചേർത്തുകൊണ്ട് VBG റാംജി ആക്ട് എന്ന് പറയുന്നിട്ട് ഒരു പ്രോസസ്സിലേക്ക് അത് മാറി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഫുൾ ഫോമിലേക്ക് അത് മാറി. അതിൽ ഏതെങ്കിലും ഒരു പേരുണ്ടോ പേരില്ലയോ എന്നുള്ളതല്ല. നമ്മളൊരു നേരത്തെ എങ്ങനെയാണ് ആ പേര് വന്നത്? ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് പുതുതായി അതിൻ്റെ തൊഴിൽ ദിനങ്ങൾക്ക് വർധനവുണ്ടാകുന്നു, അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. നേരത്തെ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലക്ക് നൽകിക്കൊണ്ടിരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ എല്ലാ തൊഴിൽ മേഖലകളിലേക്കും എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുമുള്ള തൊഴിൽ സംവിധാനങ്ങളിലേക്കും ഇത് ഉപയോഗിക്കാം എന്നുള്ളതിൽ നിന്ന് ആവശ്യമുള്ള മേഖലകളിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു. അതായത് ടെക്നോളജി മേഖല, അതല്ലെങ്കിൽ കൃഷി മേഖല, തൊഴിൽ മേഖല, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഈ തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. 4 മേഖലകളിലേക്കായിട്ട് പ്രധാനമായിട്ടും മാറിയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ന് രാവിലെ എണീക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ അടുത്ത പറമ്പിൽ പോയി പുല്ല് വെട്ടാം, അടുത്ത റോഡിലെ പുല്ല് മാറ്റാം എന്നൊക്കെ വിചാരിക്കുന്ന സിസ്റ്റം അതിന് മാറ്റം വന്നിരിക്കുന്നു. അതിനൊരു ഫോം വന്നിരിക്കുന്നത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിക്ക് കോൺക്രീറ്റായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇത് 4 ഘടകങ്ങളിലേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുന്നു. അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൂർണ്ണമായിട്ടും അതിനെ ഗ്രാമീണ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഒപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള തൊഴിലുറപ്പും സ്ഥിരമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലേക്ക് മാറി. തൊഴിൽ ദിനങ്ങൾ വർദ്ധിച്ചു. 100 ദിനം എന്നുള്ളത് 125 ദിനത്തിലേക്ക് മാറി. ഇതെല്ലാം
വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഈ പേര് മാറ്റണം. ഇപ്പോൾ വികസിത് ഭാരത് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സങ്കല്പം, ആ സങ്കല്പത്തിന് താഴെ തന്നെ ഇത് വരുത്തുമ്പോൾ ഈ ഒരു പേര് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പൊതുവായി എല്ലായിടത്തു നിന്നും ചോദിക്കുന്നത്. കാരണം അത് നിലനിർത്തിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അതിലൂടെ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടല്ലോ. അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ആ പ്രോഗ്രാമിൻ്റെ പേര് മാറുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വികസിത് ഭാരത് എന്ന് പറയുന്ന പ്രോസസ്സിനകത്തേക്ക് നേരത്തെയും ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ യോജന എന്നുള്ള പ്രോസസ്സിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഒരു പേരുണ്ടായിരുന്നു. ആ പേരിൽ നിന്ന് അത് വികസിത് ഭാരത് എന്നുള്ള നിലയിലേക്ക് മാറി. അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ ആ പ്രോജക്റ്റിൻ്റെ പേര് മാറുന്നത് അതിൻ്റെ ചുരുക്കപ്പേരാണ് വരിക. നേരത്തെ അങ്ങനെ തന്നെ ചുരുക്കപ്പേരാണ് വന്നിരുന്നത്. അത് വ്യക്തികളുടെ പേരിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെ പേരിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആക്ടിൻ്റെ ഫുൾ ഫോം എന്നുള്ള നിലക്ക് അതിൽ മാറ്റം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോസസ്സിൽ ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് പ്രോസസ്സിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. പ്രോസസ്സിലല്ല മാറ്റം വന്നിട്ടുള്ളത്. പ്രോസസ്സിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 4 മേഖലകളിലേക്ക് ഇത് ചുരുങ്ങി എന്നുള്ളതാണ്. നമ്മളത് നേരത്തെ പറഞ്ഞു. പക്ഷേ അതിലേറ്റവും ശ്രദ്ധേയമായി വന്നിട്ടുള്ളത് 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങളായി മാറി. അതായത് സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. മറ്റൊന്ന്, ഇതിൻ്റെ പുതിയതായ ആക്റ്റാണ് വന്നിട്ടുള്ളത്. അതായത് നിയമമാണ് വന്നിട്ടുള്ളത്. ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം നടപ്പാക്കുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് അത് മാറി. അതിൻ്റെ ക്ലോസും അങ്ങനെ തന്നെ മാറി. ആ പ്രോസസ്സിൽ മാറിയപ്പോൾ ഇതിൽ പ്രധാനമായും വന്നൊരു മാറ്റം 60-40 എന്നുള്ള റേഷ്യോയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഫണ്ട് അലോക്കേഷൻ നടത്തുന്ന സ്ഥിതിയിലേക്ക് മാറി. അത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രവും, ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീരൊക്കെ ആണെങ്കിൽ അത് 90-10 എന്നുള്ള സ്ഥിതിയിലേക്ക് മാറി. അപ്പോൾ 60-40 എന്ന് പറയുന്ന ശതമാനത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോയിലേക്ക് ഇത് മാറുമ്പോൾ നേരത്തെയൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൊടുത്തില്ലെങ്കിലും അത് പെൻഡിങ് വെച്ചാലും ഒക്കെ ഇത് ഡിലേ ആയി നിൽക്കും, പേയ്മെൻറ്റ് ഡിലേ ആയി നിൽക്കും. അപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേതനം കിട്ടുന്നതോ തൊഴിലുറപ്പാകുന്നതായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകമായി സർക്കാർ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സെക്ഷൻ 25, സെക്ഷൻ 26, അല്ലെങ്കിൽ സെക്ഷൻ ക്ലോസ് 25, ക്ലോസ് 26, ക്ലോസ് 27 വന്നപ്പോഴത്തേക്കും ഇതാണിപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന എതിർപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലെ ക്ലോസ് 25 മുതൽ 27, 28 വരെയുള്ള ക്ലോസുകൾ. എന്താണ് ആ ക്ലോസ്? അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഏതൊരാൾക്കും തൊഴിൽ സംവിധാനത്തെ സംബന്ധിച്ച് അത് എവിടെയാണ് അവരുടെ തൊഴിൽ ഉള്ളത്, അതല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളുള്ളത്, അത് കൃത്യമായി കിട്ടിയിരുന്നു. നേരത്തെ അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. തൊഴിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഈ തവണ തൊഴിലില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഇന്നത് ക്ലോസ് 25 പ്രകാരം കൃത്യമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒക്കെ അതിൻ്റെ വിവരങ്ങൾ, പേയ്മെൻറ്റ് വിവരങ്ങൾ, തൊഴിൽ ദിനങ്ങളുടെ വിവരങ്ങൾ, എത്ര പെൻഡിങ് കിടക്കുന്നുണ്ട്, അലവൻസ് എത്ര പെൻഡിങ് ഉണ്ട്, കിട്ടാനുണ്ടോ, കിട്ടിയിട്ടുണ്ടോ, കൊടുക്കാനുണ്ടോ, കൊടുത്തിട്ടുണ്ടോ, ഇതിൻ്റെ വിവരങ്ങൾ കിട്ടാനുള്ള പ്രോസസ്സ് അതിനകത്തേക്ക് കൊണ്ടുവന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ ക്ലോസ് 25, ചാപ്റ്റർ 7 ക്ലോസ് 25, 27, 26 ഒക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ 27 പറയുന്നത് ഇതിൽ പേയ്മെൻറ്റ് 15 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. അതായത് തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആഴ്ചയിൽ കിട്ടുന്ന കൂലി കൃത്യമായി കൊടുക്കണം. അതിൽ 15 ദിവസത്തിനുള്ളിൽ അതിൽ പേയ്മെൻറ്റ് നടന്നില്ലെങ്കിൽ പെനാൽറ്റി ഏർപ്പെടുത്തി. നേരത്തെ അങ്ങനെയില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഇതിൽ ഡിലേ വരുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം കൊടുക്കാൻ ഒരു സംസ്ഥാനത്തിനും പെൻഡിങ് ഇല്ല. പിന്നെ പെൻഡിങ് വരുന്നത് സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ്റുകൾ കണക്ക് കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴിയുള്ള കണക്കുകൾ ക്രോഡീകരിച്ച് അത് കേന്ദ്രത്തിലേക്ക് കൊടുക്കാനുള്ള ഡിലേ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് പേയ്മെൻറ്റ് ഡിലേ ആവും. ഇപ്പോൾ അത് അങ്ങനെ ഡിലേ ആക്കാനേ കഴിയില്ല ഇനി മുതൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്. കാരണം 15 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അതിന് 10,000 റുപ്പീസ് എന്ന് പറയുന്ന ഫൈൻ ഇമ്പോസ് ചെയ്തു. അപ്പോൾ ഫൈൻ വരുന്നത് 10,000 രൂപ ഫൈൻ വരും. അപ്പോൾ ഒരു വ്യക്തിയെ ആർക്ക് കൊടുക്കേണ്ടി വരും? ആരാണോ ഡിലേ വരുത്തുന്നത്, ആരാണോ നോൺ പേയ്മെൻറ്റ് നടത്തുന്നത്, അവർ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഫൈൻ എന്നുള്ള സിസ്റ്റം അതിനകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റ് കൃത്യമായി മാറും. പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ ഫൈൻ പോകും, ഫൈൻ ഇമ്പോസ് ചെയ്യും. സർക്കാരാണ് മുടക്ക് വരുത്തുന്നത്. സംസ്ഥാനം മാത്രമല്ല, കേന്ദ്രമാണെങ്കിലും അത് വരും. അതെ, എങ്ങനെയാണെങ്കിലും വരും. ഞാൻ ചോദിക്കുന്നത് അതിനങ്ങനെ എന്താ വെച്ചാൽ നമ്മളതിനെ ബൈഫർക്കേറ്റ് ചെയ്തിട്ട് ഇത് സംസ്ഥാനത്തിൻ്റെ തലയിലിടുകയാണ് അല്ല.
അല്ല കേന്ദ്ര ഞാൻ ഗവൺമെന്റ് ചോദിക്കുന്നത് ആണെങ്കിലും ഇപ്പൊ പെനാൽറ്റി വരുമല്ലോ, ഈ പെനാൽറ്റി വരുന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 100%. അതിൻ്റെ കാരണം പേയ്മെൻറ്റ് കൃത്യമായി മാറുന്നു എന്നുള്ളതാണ്. പേയ്മെൻറ്റിൽ ഒരു ഡിലേ വരില്ല. 2 തൊഴിൽ ദിനങ്ങളിൽ ഒരു ലാപ്സ് ഉണ്ടാവില്ല. നേരത്തെ 100 ദിവസമാണ് തൊഴിൽ ദിനം തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്നിരിക്കെ അത് 80 ആണെങ്കിലും 60 ആണെങ്കിലും നമുക്കറിയാനുള്ള മാർഗമില്ല. ഇപ്പം അതിനെല്ലാം നടപടിക്രമങ്ങൾ വന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന സിസ്റ്റം വന്നു, അതിൻ്റെ മേഖലകൾ തിരിച്ചു. നേരത്തെ ഉള്ള സിസ്റ്റം അനുസരിച്ച് ഒരു പഞ്ചായത്തിൽ, ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു വാർഡിൽ, ഒരു ഗ്രാമസഭയിൽ ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനത്തിന് ഏത് മേഖലയിലും ചെയ്യാമായിരുന്നു. അതിപ്പോൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ പണം ക്ലെയിം ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അഴിമതി ആരോപണമൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് വക മാറ്റി ചെലവഴിക്കുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ കുറച്ചുകൂടി കൃത്യതയോടുകൂടി അതെല്ലാം മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറി ജില്ലാ ഓഫീസർമാർ, സംസ്ഥാനതല ഓഫീസർമാർ, സംസ്ഥാനതല കമ്മിറ്റി, ജില്ലാതല കമ്മിറ്റി, ഇനി അതിനപ്പുറത്തേക്ക് നാഷണൽ ലെവൽ കമ്മിറ്റി, മോണിറ്ററിംഗ് കമ്മിറ്റി, ഈ തരത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ കീഴിൽ ഇത് കൃത്യമായും മോണിറ്റർ ചെയ്യപ്പെടുകയും ഇതിൻ്റെ നോഡൽ ഓഫീസർമാർ വഴിയുള്ള പ്രോസസ്സ് കൃത്യമാവുകയും ചെയ്യുകയാണ്. ഫൈൻ വരുന്നതോടുകൂടി പേയ്മെൻറ്റിന് കൃത്യത വരികയാണ്. 100 ദിവസം എന്നുള്ളത് 125 ദിവസമായി വർദ്ധിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നേരത്തെ 48% ഇതിൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതിപ്പോൾ 58% വർദ്ധിച്ചു. 10% സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 47% നേരത്തെ MNREGP ഉണ്ടായിരുന്നത്. അത് 58% മാറി. അപ്പോൾ 58% വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് 10% വർധനവുണ്ടായി. കൃത്യമായി ആഴ്ചയിൽ പണം അവർക്ക് കിട്ടുന്നത് കൊണ്ട്, മുടക്കമില്ലാതെ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട്, അതിന് പെനാൽറ്റി വരുന്നത് കൊണ്ട് അതിന് മുടക്ക് വരാനുള്ള സാധ്യതയില്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ എല്ലാ ആഴ്ചയും പേയ്മെൻറ്റ് കൃത്യമായി കിട്ടിയാൽ സാധാരണ തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന് കിട്ടുന്ന വേതനം എന്നുള്ളത് കൃത്യമായി ലഭിക്കും, ഒരു തടസ്സമില്ലാതെ ലഭിക്കും. ആകെയുള്ളത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും എന്ന് പറയുന്നത് അത് കൃത്യമായി സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും പരസ്പരം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അത്രയേ ഉള്ളൂ.